ഇത് പെർമിഷൻ ഇല്ലെങ്കിൽ, അവരുടെ സൈനിങ് ഇല്ലെങ്കിൽ, അവർ ഹാപ്പിയായി നമുക്കൊപ്പം സഹകരിച്ചില്ലെങ്കിൽ നമുക്ക് ഈ എപ്പിസോഡ് ഉപേക്ഷിക്കേണ്ടി വരും. ചാനലിനും ഇതേ നിലപാടുണ്ട്. ചാനലിന് വ്യക്തമായ നിലപാടുണ്ട്. ഒരാളെയും വേദനിപ്പിച്ചുകൊണ്ട് വിഷമിപ്പിച്ചുകൊണ്ട് ഒരിക്കലും ഒരു പ്രാങ്ക് അരങ്ങേറാൻ പാടില്ല. അഞ്ജലി ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ കട്ട് ചെയ്ത് പോയെങ്കിൽ അത് പിന്നെ ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു നിയമം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഈ കൃത്യമായി ഈ വിഷയം അവരോട് സംസാരിച്ച് ക്ലിയർ ചെയ്ത് അവരുടെ ഒരു പെർമിഷൻ എടുത്ത് അത് വേണ്ടത്ര രീതിയിൽ കൈകാര്യം ചെയ്യാനും അഞ്ജലിക്ക് സാധിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് രണ്ടുമായിരുന്നു ഫോൾട്ട്. അപ്പം മകൻ കുറ്റക്കാരനാണ്. മകൻ കുറ്റക്കാരനായിട്ട് നമ്മൾ വരുത്തിയതിനു ശേഷം നമ്മൾ അങ്ങനെ കഥ പോകുമ്പം മകനെ നമ്മൾ പോലീസിൽ കൊണ്ടുപോവുകയാണ്. ഇനി മകൻ പുറത്തിറങ്ങില്ല എന്നൊരു നിലപാടെടുക്കുന്ന ഒരു എപ്പിസോഡ്. ആ എപ്പിസോഡിൽ മകന് വേണ്ടി അമ്മ പറയുന്നൊരു സംഗതിയാണ്, മകനെ വിട്ടോളൂ, പകരം എന്നെ കൊണ്ടുപോയിക്കോളൂ, എൻ്റെ ഹൃദയം വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ എന്ന് മകന് വേണ്ടി പറയുന്ന അമ്മ. നമസ്കാരം. കൂടിക്കാഴ്ചയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഈ ആഴ്ച സമൂഹ മാധ്യമങ്ങളിലേറെ വിവാദമായൊരു വിഷയമായിരുന്നു RJ അഞ്ജലിയുടെ ഒരു വീഡിയോ അവതരണവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം. ശരിക്കും ഈ പ്രക്ഷേപണത്തിൽ അല്ലെങ്കിൽ സംപ്രേഷണത്തിൽ ഭാഷയുടെ അതിർവരമ്പ് ലംഘിക്കപ്പെടുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇക്കാലത്ത് സമൂഹ മാധ്യമങ്ങളിലെ പല അവതരണങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ രംഗത്ത് ഇതിൻ്റെയൊക്കെ തുടക്കത്തിൽ മുതൽ പ്രവർത്തിച്ചു വരുന്ന ചിലരെ കുറിച്ചെങ്കിലും സംസാരിക്കുന്നത്. ഇന്നലെ നമ്മളൊരു ചർച്ചയിൽ ആകാശവാണിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. കാര്യം ആകാശവാണിയിൽ പ്രക്ഷേപണ കല എന്നാണ് പറഞ്ഞിരുന്നത്. കാര്യം അത്രയും മഹത്തരമായ ഒരു കലയായിരുന്നു ഈ പ്രക്ഷേപണം എന്നുള്ളത്. അത് ഇന്ന് സമൂഹ മാധ്യമത്തിൽ എത്തി നിൽക്കുമ്പോൾ ആർക്കും എന്തും വിളിച്ചു പറയാവുന്ന ഒരു വേദിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പ്രാങ്ക് ഷോകളെക്കുറിച്ച് നമ്മൾ ഒരു വലിയ ചർച്ച വീണ്ടും വരുന്നത്. ഈ പ്രാങ്ക് ഷോകൾക്ക് ഒരു അതിർവരമ്പ് വേണമോ, അല്ലെങ്കിൽ പ്രാങ്ക് ഷോ ഏത് തരത്തിലാകണം? പ്രാങ്ക് ചെയ്യപ്പെടുന്ന ആൾക്കും ചില അവകാശങ്ങളുണ്ട്. അവരെ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു വിനോദത്തിന് വേണ്ടി കളിയാക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ച് സമയത്തെങ്കിലും അവർ വിഡ്ഢികളാക്കപ്പെടുകയാണെങ്കിൽ കൂടിയും അവർക്ക് നൽകേണ്ട ഒരു മര്യാദ എന്താണ്? ഇതേക്കുറിച്ചൊക്കെ നമ്മളുമായി സംവദിക്കാൻ ഇന്ന് ഈ സ്റ്റുഡിയോ ഫ്ലോറിൽ എത്തിയിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ പ്രാങ്ക് ഷോകളുടെ പ്രൊഡ്യൂസറായിട്ടുള്ള ഡയറക്ടറായിട്ടുള്ള ശ്രീ പ്രദീപ് മരുതത്തൂറാണ്. സൂര്യ TV തുടങ്ങി ഇപ്പോൾ കൗമുദി TVയിൽ വരെ എത്തി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ യാത്ര, അത്തരം രസകരമായ അനുഭവങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. എന്തായാലും പ്രദീപ്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നന്ദി. നമ്മൾ രണ്ടുപേരും ആകാശവാണിയുടെ ഒരു പാരമ്പര്യത്തിൽ കടന്നു വന്നവരാണ്. ഇന്നലെ ഞാനൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു ആകാശവാണി നൽകുന്ന പാഠങ്ങൾ. കാര്യം ദൃശ്യമാധ്യമ രംഗത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന മുതിർന്നവരായിട്ടുള്ള ചിലരെങ്കിലും ഈ ആകാശവാണി, ദൂരദർശനിൽ നിന്ന് കടന്നു വന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സർവകലാശാലയാണ് ഈ രണ്ട് സ്ഥാപനങ്ങളും. ഭാഷയുടെ പ്രയോഗം, അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാം കൈകാര്യം ചെയ്യേണ്ട രീതി, ഈ രംഗത്ത് പ്രവർത്തിക്കേണ്ട സാമാന്യ മര്യാദകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു രംഗം അവിടെ നിന്നാണ്. പ്രതിഭ, ഇപ്പോഴത്തെ ഈ ഒരു വിഷയം, നമുക്ക് മറ്റ് വിഷയങ്ങളിലോട്ട് വരാം. ഈ ഒരു അഞ്ജലി വിവാദം, അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മലയാളത്തിൽ പ്രാങ്ക് ഷോയുടെ ഈ 10-22 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ ആ കുട്ടി അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് അപ്പോളജി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സമൂഹം അതൊന്നും അംഗീകരിച്ചിട്ടില്ല. കുറേ പേരെങ്കിലും ഇപ്പോഴും ആ വിവാദവുമായിട്ട് നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ആ വിവാദം കെട്ടടങ്ങേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇത് തുടരുന്നതിൻ്റെ ഒരു കാരണം, അതങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് അഞ്ജലി ചെയ്യേണ്ടിയിരുന്നത് എന്നതും കൂടി ഒന്ന് നോക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ ഇപ്പം ഞാനൊരു ഡയറക്ടറാണെങ്കിൽ, ഞാൻ പ്രാങ്ക് ഷോ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാനാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഞാൻ ഒരാളെ വിളിക്കുന്നു. ഇപ്പം ഞാൻ സനോജിനെ വിളിക്കുകയാണ്. സനോജിനെ പറ്റിക്കാൻ വേണ്ടി വിളിക്കുന്നു, അല്ലെങ്കിൽ മോശപ്പെട്ട പദപ്രയോഗങ്ങൾ ഞാൻ ഉപയോഗിച്ച് കഴിയുമ്പോൾ സനോജിന് താല്പര്യമില്ലാതെ സനോജ് ഫോൺ കട്ട് ചെയ്തിട്ട് പോകുന്നു. ഫോൺ കട്ട് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സനോജിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെ. അപ്പോൾ ഞങ്ങളുടെ ഷോ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോ എന്നുള്ളത് കൗമുദി ചാനലിലെ ഓ മൈ ഗോഡ് എന്ന് പറയുന്ന ഷോയാണ്. ഈ ഓ മൈ ഗോഡിനകത്താണ് ഇതേപോലെ സംഭവിക്കുന്നു, പ്രതികരിക്കാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ സാധനം, ആ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യാറില്ല. അത് ഉപേക്ഷിക്കപ്പെടും. അത് 100%. കാരണം കൗമുദിയിൽ അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എപ്പിസോഡുകളുടെ എണ്ണം
കുറേയെങ്കിലും ഉണ്ട്. പക്ഷെ നമുക്കത് ടെലികാസ്റ്റ് ചെയ്യാൻ പിന്നെ നമ്മുടെ ഒരു മനുഷ്യത്വപരമായ നിലപാട് മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഒന്നാമത്തത്. അതിലൊന്നെന്ന് പറയുന്നത് നിങ്ങൾക്കിഷ്ടമല്ലാത്തത് നമ്മൾ പൊതുസമൂഹത്തെ വിളിച്ചൊരിക്കലും കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല, അവരുടെ സ്വകാര്യത കാണിക്കില്ല. അപ്പോൾ അഞ്ജലി ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ കട്ട് ചെയ്ത് പോയെങ്കിൽ അത് പിന്നെ ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു നിയമം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഈ കൃത്യമായി ഈ വിഷയം അവരോട് സംസാരിച്ച് ക്ലിയർ ചെയ്ത് അവരുടെ ഒരു പെർമിഷൻ എടുത്ത് അത് വേണ്ടത്ര രീതിയിൽ കൈകാര്യം ചെയ്യാനും അഞ്ജലിക്ക് സാധിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് രണ്ടുമായിരുന്നു ഫോൾട്ട്. ശരിക്കും ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും ഇതിപ്പോൾ ലൈവായിട്ട് വിളിച്ച പോർഷനാണ് വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് അവരെ വിളിച്ചൊരു ക്ഷമാപണം നടത്തുന്നതും അത് കഴിഞ്ഞ് ഇവർ കോംപ്രമൈസ് ആകുന്ന ഒരു ഭാഗം കൂടി അതിനകത്ത് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാമായിരുന്നു. തീർച്ചയായിട്ടും അതൊരു ഇല്ലെങ്കിൽ ചെയ്യാവുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ഈ ഉപയോഗിച്ച വാക്കിൻ്റെ ആ ഭാഗത്തൊരു ബീപ്പ് കൊടുത്തെങ്കിൽ പോലും നമുക്കതിനെ ന്യായീകരിക്കാൻ പറ്റും. കാര്യം ബീപ്പുകളെ പൂരിപ്പിക്കാൻ മലയാളികൾക്കറിയാം. അതിനി പ്രത്യേകിച്ചൊരു കഴിവ് അവർക്ക് ആവശ്യമില്ല. ഉറപ്പാണ്. കാരണം ഇത് സരോജ് പറഞ്ഞ കറക്റ്റാണ്. കാരണം ബീപ്പിട്ടാൽ ഇതിപ്പോൾ നമുക്ക് ആ പദപ്രയോഗത്തിൻ്റെ അവിടെ ഒരു ബീപ്പിട്ടാൽ ആളുകൾക്ക് മനസ്സിലാവും. പിന്നെ എപ്പോഴും ഒരു ആങ്കർ അല്ലെങ്കിൽ ഒരു അവതാരകൻ, പ്രത്യേകിച്ച് പ്രാങ്ക് ചെയ്യുന്ന ആൾ ഒരിക്കലും ഒരു ചീത്ത വാക്കോ മോശം വാക്കോ പറയാൻ പാടില്ല എന്നാണ്. കാരണം മറ്റേ ആൾ ഇപ്പോൾ ക്യാമറ ഇല്ല എന്ന് കണ്ടിട്ട് അയാൾ ഒരു സ്വാഭാവികമായി അയാളുടെ പ്രതികരണം, ആ പ്രതികരണത്തിന് അയാളുടെ വായിൽ തോന്നുന്നതൊക്കെ അയാൾ പറഞ്ഞെന്നിരിക്കും. ഈ പറഞ്ഞെന്നിരിക്കുന്ന അതേ സാധനത്തിന് നമ്മൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ എയർ ചെയ്യുന്നത് വളരെ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല. കാരണം ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നമ്മൾ അങ്ങനെ ഒരു സാധനം എയർ ചെയ്തിട്ടില്ല. ശരിക്കും ഈ നമുക്കറിയാം ഒരു 2 പതിറ്റാണ്ട് മുമ്പ് വരെ MTVയിലൊക്കെയാണ് ബക്കര എന്നൊക്കെ പറഞ്ഞ പരിപാടിയാണ് ആദ്യമായിട്ട് ഈ പ്രാങ്ക് ഷോ ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അതിന് മുമ്പേ വിദേശ ചാനലുകളിലൊക്കെ ഇത് പണ്ടേ ഉണ്ട്, ഇവിടെ അത് വലിയ പ്രചാരത്തിലില്ലായിരുന്നു. അതിനുശേഷമാണ് മലയാളത്തിൽ ഇത്തരത്തിലുള്ള പ്രാങ്ക് ഷോ വരുന്നത്. സാധാരണഗതിയിൽ നമ്മളൊരു പ്രാങ്ക് പ്ലാൻ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ പാലിക്കപ്പെടേണ്ട സാമാന്യ മര്യാദകൾ എന്താണ്? ഇപ്പോൾ 22 വർഷത്തോളമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട് താങ്കൾക്ക്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ഒരു പ്രാങ്ക് ഷോ ഒരുപാട് പേരിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അവരുടെ സ്വന്തം ചാനലിലൂടെയൊക്കെ ഇത്തരം ഷോയുമായി ഇറങ്ങുന്നുണ്ട്. അവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപദേശം എന്താണ്? ഓക്കെ, ഈ പണ്ടത്തെ അവസ്ഥയൊക്കെ മാറി. ഇപ്പോൾ 2025 നമ്മൾ എത്തി നിൽക്കുന്നത്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ട്, സ്പേസ് ഉണ്ട്. ഇപ്പോൾ സനോജിൻ്റെ വൈഫിനെ പറ്റിക്കണമെന്ന് തോന്നുന്നത് ഏതെങ്കിലും ഒരു നിമിഷത്തിലായിരിക്കും. ഉദാഹരണത്തിന് അവളുടെ ഒരു ബർത്ത്ഡേ വരുന്നുണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ടൊരു പണി കൊടുക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സനോജ് കൗമുദി ചാനലിലേക്ക് വിളിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വിളിക്കുന്ന കോള് വരുന്നത് എനിക്കാണ്. അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കും, എന്താണ് ഏതാണ്, അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരാൻ വേണ്ടി പറയും. നിങ്ങളുടെ ഫോട്ടോ, പുള്ളിക്കാരിയുടെ ഫോട്ടോ, പേര്, അഡ്രസ്സ്, നിങ്ങളുള്ള ബന്ധം, അതൊക്കെ പറഞ്ഞിട്ട് തേർഡ് പേഴ്സൺ ആണെങ്കിൽ അങ്ങനെ അതെല്ലാം അയച്ചു തരാൻ പറയും. അയച്ചു തന്നതിന് ശേഷം പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കും, ഞങ്ങൾ അന്വേഷിക്കും, നടത്തും. കാരണം ഇത് നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നക്കാരാണോ, കാരണം ഇത് നമ്മളെ കുരുക്കുകയും തിരിച്ചു ഒരു സംഭവം അതെല്ലാം അന്വേഷിച്ചതിന് ശേഷമാണ് തിരിച്ചങ്ങോട്ടൊരു കോള് പോകുന്നത്. ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്തായാലും ഉറപ്പായിട്ടും ചെയ്യും. അത് കഴിഞ്ഞിട്ട് തിരിച്ചങ്ങോട്ട് കോള് പോയി ആളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീണ്ടും തിരക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഷൂട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു മീറ്റിംഗ് വയ്ക്കും. ആ മീറ്റിംഗ് തിരുവനന്തപുരത്ത് കേരളകൗമുദിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തി അവിടെ നമ്മളൊരു എഗ്രിമെൻറ്റ് ഷീറ്റുണ്ട്. ആ എഗ്രിമെൻറ്റിനകത്ത് പൂർണ്ണമായി പറയുന്ന കാര്യം, ഞാൻ എൻ്റെ വൈഫിനെ എൻ്റെ പൂർണ്ണമായ സമ്മതത്തോടെ ഞാൻ പ്രാങ്ക് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കായിരിക്കും എന്ന് പറഞ്ഞ് എഴുതി ആണ് ആൾ സൈൻ ചെയ്യുന്നത്. അല്ലാതെ വഴിയെ പോകുന്ന ഒരാളെ കയറി നമുക്ക് പറ്റിക്കാനുള്ള റൈറ്റ് ഇപ്പോഴില്ല. മനസ്സിലായില്ലേ? പണ്ട് നമ്മളും ചെയ്തിരുന്നു. ഞാൻ തരികിട ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ വഴിയെ പോകുന്ന ഒരാളിനെ പറ്റിച്ചിരുന്നു. പക്ഷേ അത് കാലം മാറി. നമുക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ മറ്റൊരു ചാനലിൽ ഇൻ്റർവ്യൂവിന് പറഞ്ഞ അതേ പോയിന്റ് ഞാൻ വീണ്ടും ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് എന്ന് പറയുന്നത് നമുക്ക് ഈ വഴിയെ നടന്നു പോകുന്ന ആളുടെ മാനസികാവസ്ഥ വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അയാളൊരു ഹോസ്പിറ്റലിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് അവരുടെ വേണ്ടപ്പെട്ട ഒരാളിൻ്റെ വിഷമാവസ്ഥയിൽ പോകുമ്പോൾ നമ്മൾ വഴിയിൽ തടഞ്ഞു നിർത്തി പ്രാങ്ക് എന്ന് പറയുന്ന ആ ഒരു നല്ല കലയെ ഇല്ലാതാക്കുന്ന എത്രയെങ്കിലും ആളുകളെ ഇന്ന് ഇവിടെ കാണാൻ പറ്റി. അത് പുതിയ ജനറേഷൻ്റെ ഒരു മാറ്റം. കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഓടുന്ന ഒരു കാര്യമാണ് പ്രാങ്ക് ഷോ എന്ന് പറയുന്നത്. ഈ പ്രാങ്ക് ഷോയെ അപമാനിക്കലാണ് ഒരുപാട് പേരുടെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ അവർ ആ കലയെ അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്നതല്ല. എന്തെങ്കിലും പറഞ്ഞാൽ പ്രാങ്ക് ആവില്ല, എന്തെങ്കിലും ചെയ്താലും പ്രാങ്ക് ആവില്ല. പ്രാങ്ക് തട്ടി വീഴുന്ന ഒരുപാട് നിമിഷങ്ങൾ ഉണ്ട്. ഇത് കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ വെച്ച് ഒരു 2 വർഷത്തിന് മുമ്പ്, ഞാൻ വ്യക്തമായി പറഞ്ഞ 2 വർഷത്തിന് മുമ്പ് നെയ്യാറ്റിൻകര കോൺവെൻറ്റ് റോഡിൽ കൊച്ചുകുട്ടികൾ, കോൺവെൻറ്റിൽ പഠിക്കുന്ന ആ കുട്ടികൾ എന്ന് പറയുന്നത് 7, 8, 9 ക്ലാസ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ മാത്രം പോകുന്ന ഒരു വഴിയിൽ 2 പേര് ക്യാമറയും വെച്ച്
റോഡിലിറങ്ങി കുട്ടികളെ പറ്റിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകാനുള്ള ധൃതിയിൽ, പഠിക്കാനുള്ള ധൃതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പ്രാങ്ക് ചെയ്യുകയാണ്. ഈ പ്രാങ്ക് വലിയ വിവാദമായി. ആ വിവാദം ചെന്നെത്തുന്നത് മറ്റു പ്രാങ്ക് ഷോ ആധികാരികമായി ചെയ്യുന്നവരെ കൂടെ ബാധിക്കുന്ന വരുമോ. ഇത് പണ്ടും ഉണ്ടായിരുന്നു. പണ്ട് സൂര്യ ടി വിയിൽ തരികിട ചെയ്യുന്ന കാലഘട്ടത്തിൽ ഈ ലോക്കലി പ്രാദേശികമായിട്ട് എവിടെയെങ്കിലും ഇതുപോലത്തെ ഒരു ഷോ ചെയ്താൽ അത് നേരെ തരികിട ആണ് എന്ന് പറഞ്ഞ് വിളിക്കും. അതിൻ്റെ ഒരു കോമൺ വാക്കായിരുന്നു പണ്ട് തരികിട. അങ്ങനെ നമുക്ക് വിളി വരുന്ന ഒരു കാലഘട്ടം അതിപ്പോഴും തുടരുകയാണ്. ഇന്നും സോഷ്യൽ മീഡിയയിലെ ഈ ഏതെങ്കിലും തരത്തിൽ ആളുകൾ ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടാണെന്നോടു ഈ പിള്ളേർ കാണിക്കുന്ന ഈ എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. പല ഷോ കാണുമ്പോഴും ഇതിലുള്ള ആ പ്രാങ്ക് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് ഒരു നിമിഷം ഈ അനുഭവിക്കുന്ന ഒരു സമ്മർദ്ദം കൊണ്ട് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ, അയാളത് ചെയ്തു കഴിഞ്ഞാൽ ഇതിനാരുത്തരം പറയും? ഓക്കെ, അതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇപ്പം നിങ്ങൾ ഇത്രയും കാലത്തെ ഓ മൈ ഗോഡ് എപ്പിസോഡുകളോ തരികിടയോ ഗുലുമാലോ കണ്ടിട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കി? ഒരു നിമിഷം നമ്മൾ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഷോ കുറേ കാലം കൊണ്ട് ചെയ്ത് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ജനം കണ്ട ഇത്രയും എപ്പിസോഡല്ല, കാണാത്ത എത്രയോ എപ്പിസോഡുകൾ കൂടി ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഇത്രയും വർഷം കൊണ്ട് ഞാൻ കടന്നുപോയി ഏതാണ്ട് ഒരു 1500-ലധികം എപ്പിസോഡുകളുടെ പിന്നാമ്പുറങ്ങളിൽ നിൽക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ ഈ പ്രാങ്ക് ചെയ്യപ്പെടേണ്ട ആൾ, പ്രാങ്ക് ചെയ്യുന്ന ആൾ, അയാളുടെ മാനസികാവസ്ഥ അതൊരു വലിയൊരു ഫാക്ടറാണ്. പ്രാങ്ക് ചെയ്യുന്ന ആളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഒരു ഫാക്ടർ. ഞാൻ നേരത്തെ പറഞ്ഞ ആ പോയിന്റിലേക്ക് തന്നെ എത്തുകയാണ്. ആ മാനസികാവസ്ഥയിൽ നിന്നാണ് നമ്മൾ പലപ്പോഴും പിന്നെ പ്രോഗ്രാം പിന്നെ എങ്ങനെ വേണം ഏത് വേണമെന്ന് തീരുമാനിക്കും. ഇപ്പോൾ ആളിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇയാൾക്ക് എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്. അവിടെ നമ്മൾ വിടുകയാണ്. അത് നമ്മൾ ആ ആൾ തൊടില്ല, നമ്മൾ അടുത്ത ആളിലേക്ക് പിടിക്കുകയാണ്. ആള് ദുർബല ഹൃദയനാണെങ്കിൽ അത് എന്താ പറയുക, പണ്ടൊക്കെ നമ്മൾ തരികിട ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഈ പർപ്പസ്ഫുള്ളിയുള്ള സൂയിസൈഡ് മാത്രമല്ല, ഒരു നിമിഷത്തിലെ സമ്മർദ്ദത്തിൽ അയാൾക്കൊരു ഹാർട്ടിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാലും നിങ്ങൾ പറഞ്ഞ ആ പോയിന്റിലേക്ക് തന്നെ ഞാൻ എത്തുകയാണ്. കാരണം പെട്ടെന്ന് നിങ്ങൾ ഈ പറഞ്ഞ ആ അറ്റാക്ക് പോലെ വരികയാണ്. നമ്മൾ അറ്റാക്ക് പോലെ വന്നു കഴിഞ്ഞാൽ അറ്റാക്കോ അതിൻ്റെ എന്തെങ്കിലും ഒരു സിംറ്റമോ എന്തെങ്കിലും പറഞ്ഞാൽ പ്രോഗ്രാം അവിടെ നിർത്തുകയാണ്. നമ്മൾ പിന്നെ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകില്ല, അവിടെ നിർത്തുക. അത് എല്ലാ അവതാരകർക്കും നമ്മൾ കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ അവർക്ക് വരികയോ വല്ലതും ചെയ്താൽ അവിടെ നിർത്തിക്കൊള്ളണം പ്രോഗ്രാം. അവരുടെ ഒരു കംഫർട്ടബിലിറ്റി അവരറിയാതെ. അതെ, ഉറപ്പായിട്ടും അത് കൃത്യമായി ശ്രദ്ധിക്കാൻ ഒരാളല്ല, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഒരാളല്ല. പണ്ടും ഈ വിഷയം ഉണ്ടായിരുന്നു. അപ്പം പണ്ട് നമ്മൾ പിന്നെ കടകളിൽ പോയി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണ പാവപ്പെട്ട ഏതെങ്കിലും ഒരാൾ പിന്നെ ഒരു ചെറിയ തട്ടുകടയോ മുറുക്കാൻ കടയോ ഒക്കെ നടക്കുന്നുണ്ടാവും. ആ കടക്കാരൻ്റെ അവസ്ഥ എന്താ നമുക്കറിയില്ല. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം നമ്മളൊരു നാരങ്ങ വെള്ളം വാങ്ങി കുടിക്കുകയോ ചായ വാങ്ങി കുടിക്കുകയോ ചെയ്തിട്ട് പ്രൊഡ്യൂസറായ ഞാൻ അത് പിന്നെ ഒരിക്കലും ടി വി കാണിക്കുന്നതല്ല, അതിന് മുമ്പ് ഞങ്ങളൊരു സ്റ്റോറി അവിടെ കാണിക്കാറുണ്ട്. അപ്പോൾ ചേട്ടനുമായിട്ട് വെറുതെ സംസാരിക്കും, ചേട്ടാ ഇവിടുന്ന് ബസ് എങ്ങനെയായിട്ടാ പോകുന്നത്, ഇവിടെ നെടുമങ്ങാട് ഇപ്പോൾ ബസ്സുണ്ടോ? ഇല്ല. ഇപ്പം അപ്പം പുള്ളി പറയും ഇങ്ങനെ. അപ്പം പുള്ളി സംസാരിച്ച് വരുമ്പോൾ ഇപ്പോൾ ശ്വാസം മുട്ടുള്ള ഒരാളിനെ കൃത്യമായി കുറച്ച് നേരം സംസാരിക്കുമ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ശ്വാസം എടുക്കാനുള്ള പ്രയാസത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. പറ്റും. കൈ സുഖമല്ല, ചിലപ്പോൾ നമ്മൾ എല്ലാം ആയി വരുമ്പോഴാണ് കൈയോ കാലോ ബുദ്ധിമുട്ടുള്ള ഒരാൾ, അങ്ങനെയുള്ള ആൾ നമ്മൾ എടുക്കാറില്ല, അങ്ങനെ ഒരാൾ നമ്മൾ വിടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പ്രാങ്ക് ചെയ്യുന്നത്. അല്ലാതെ ചാടിക്കയറി ആരുടെയെങ്കിലും പെടലിയിൽ പോയി നമ്മൾ പ്രാങ്ക് ചെയ്ത എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ചില്ല. അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൻ്റെ കാര്യവും മറ്റും എല്ലാം പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ബാക്കി ഏത് പ്രോഗ്രാം ആണെങ്കിലും, ഇപ്പോൾ സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഒരു പ്രോഗ്രാം ആണെങ്കിൽ കൂടിയും ആ പ്രോഗ്രാമിൻ്റെ ആദ്യാവസാനം എങ്ങനെയായിരിക്കും എന്നുള്ളത് പ്രൊഡ്യൂസർക്ക് പ്രോഗ്രാമിന് മുമ്പ് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിന് ഒരിക്കലും നമുക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരും, എപ്പിസോഡ് തന്നെ ഉപേക്ഷിക്കപ്പെടേണ്ടി വരും. അപ്പോൾ അതിലുള്ള ഒരു ചലഞ്ച് എന്താണ്? കാര്യം നമുക്ക് ഈ പറഞ്ഞ വ്യക്തികളോട് മാത്രമല്ല, നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള പ്രോജക്റ്റിനോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ചാനലിൽ നിങ്ങൾക്ക് കൃത്യമായി എപ്പിസോഡ് കൊടുത്തേ പറ്റൂ. അപ്പോൾ ആ ഒരു റിസ്ക് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? അതൊരു വല്ലാത്ത റിസ്ക് തന്നെയാണ്. കാരണം മറ്റൊരു ടെലിവിഷൻ പരിപാടി ചെയ്യുന്നത് പോലെയല്ല ഈ ഷോ ചെയ്യുന്നത്. ഞാൻ ഈ പത്തനംതിട്ടയിൽ പോയിട്ട് അടുത്തൊരു എപ്പിസോഡ് ചെയ്തു. ആ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ രാത്രിയാണ് എപ്പിസോഡ്, നൈറ്റ് എപ്പിസോഡാണ് ചെയ്യുന്നത്. പിന്നെ എപ്പിസോഡിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ആണിനെ പെണ്ണാക്കി കൊണ്ടുപോവാണ്, പർദ്ദയിട്ട് കൊണ്ടുപോവാണ്. അപ്പം അങ്ങനെ കൊണ്ടുപോകുമ്പം അപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റും ഇതേപോലെ പർദ്ദയിട്ട് പോവാണ്. അപ്പോൾ ഇവർക്ക് ഒരു ലേഡീസ് ഹോസ്റ്റൽ വേണം.
അപ്പം ഈ ലേഡീസ് ഹോസ്റ്റലിലാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി നമ്മളെ ആൾ, അവിടെ നിൽക്കുന്ന വാർഡൻ നമ്മുടെ ആൾ, എല്ലാവരും അവിടെ നിൽക്കുന്ന പിന്നെ താമസിക്കുന്ന കുട്ടികളെന്ന് പറയുന്നത് നമ്മുടെ ആൾ, ഇതെല്ലാമാണ് സിറ്റുവേഷൻ. അപ്പം ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്ന ആ സമയത്ത് അയാളെ ശല്യപ്പെടുത്തുന്നതാണ്, സെക്യൂരിറ്റി വന്ന് ഈ പുള്ളിക്കാരിയെ ശല്യപ്പെടുത്തുന്നതാണ് സംഭവം. അപ്പോൾ ഇതാണാണ്, ഉള്ളിൽ കിടക്കുന്നതാണ്. പിന്നെ സംഭവിക്കുന്നത് രാത്രിയാണ്, ഏതാണ്ട് 10:30 മണിയായി കാണും. ക്യാമറ ഒളിപ്പിച്ച് വെച്ച് കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ വീടിൻ്റെ മറസൈഡ് എന്ന് പറഞ്ഞ കാട് പോലത്തെ ഏരിയയാണ്, അവിടെ നമ്മൾ ഒളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ക്യാമറമാൻ, ക്യാമറ അസിസ്റ്റൻറ്റ്, ഓഡിയോ എഞ്ചിനീയർ, പ്രൊഡ്യൂസർ, ഇത്രയും പേര് ഇതും അവൈലബിൾ ലൈറ്റ് ചെയ്യാൻ വേണം. വേണം ഇത്രയും പേര്. അപ്പോൾ ഇയാളെന്ത് ഇതിനു വേണ്ടി പ്രത്യേകം ലൈറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, സാധാരണ ലൈറ്റ് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതിൽ മാക്സിമം നമ്മൾ എന്തൊക്കെ തരത്തിൽ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു എന്നറിയാമോ? അതിൻ്റെ ക്ലൈമാക്സ് എത്താൻ സമയത്ത്, നമ്മൾ അത്രയും തീഷ്ണമാക്കുന്ന സമയത്ത് ഇയാൾ അടുക്കളയിലേക്ക് കയറി. അടുക്കള എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറയിൽ ഫ്രെയിമുള്ള സ്ഥലമല്ല. ഇനി അടുത്ത് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇയാൾ ചാടി പുറത്തേക്ക് ചാടി. അപ്പോൾ നോക്കിയപ്പോൾ ഡോറ് തുറന്നിരുന്നു, ഇയാൾ പുറത്തേക്ക് ചാടി ഓടുന്നത് നമ്മുടെ തലയുടെ മുകളിൽ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചിട്ട് കെട്ടിയിരുന്ന ഈ പിന്നെ പുരയുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ക്യാമറ വെച്ച് ഒളിപ്പിച്ച് വയ്ക്കാൻ കെട്ടിയിരുന്ന ഈ കറുത്ത പിന്നെ കൂടാരത്തിൻ്റെ മുകളിൽ കൂടി ചാടി ഇയാൾ ഓടി രക്ഷപ്പെട്ടു. രാത്രി എപ്പിസോഡ് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇയാളെ കണ്ടുപിടിച്ചേ പറ്റും, ഇയാൾക്കൊന്നും സംഭവിക്കാനും പാടില്ല. അപ്പോൾ ഉടൻ വിത്തിൻ സെക്കൻഡ് നമ്മളെ പുറത്ത് നമുക്ക് എപ്പോഴും ഒരു രക്ഷാകവചം നമ്മൾ വെക്കാനുണ്ട്. അപ്പം അതിൻ്റെ ആളുകൾ പുറത്ത് തന്നെ നമ്മുടെ ആളുകൾ നിൽക്കുന്നുണ്ട്. വിത്തിൻ സെക്കൻഡ് ലൈറ്റുമായിട്ട് ടോർച്ച് എടുത്ത് ആളുകൾ പുറകെ ഓടിയപ്പോൾ അവിടെ കൊണ്ടിട്ടാണ് നടുക്കാണ് കൊണ്ട് പറയുന്നത്, ചേട്ടാ ഇത് പ്രാങ്കാണ് എന്ന് പറഞ്ഞ് പുള്ളിക്ക് അവിടെ നിന്നും കണ്ട് പുള്ളി കക്കാന്നിച്ചിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരിക. ഈ ഹാപ്പി എൻഡിങ് അല്ലാത്തവരോട് എപ്പിസോഡുകളും ഉണ്ടല്ലോ, പിന്നീട് പരിഹരിച്ച് രണ്ടാമത് റീഷൂട്ട് ചെയ്തൊക്കെ ചെയ്യേണ്ടി വരുന്നു. ഈ അടുത്തിടെ ചെയ്ത, അതുപോലെ സനോജ് ചോദിച്ച പോലെ ഈ അടുത്തിടെ ചെയ്ത ഒരു എപ്പിസോഡിനകത്ത് സംഭവിച്ച കാര്യം, ഭാര്യയെ പറ്റിക്കുകയാണ് ഭർത്താവ്. അപ്പോൾ ഈ ഭർത്താവിൻ്റെ ജോലി എന്ന് പറയുന്നത് ആധാരം എഴുത്താണ്. അപ്പോൾ ഈ വൈഫ് ജോലി ചെയ്യുന്നത് ബാങ്കിലെ പിന്നെ സെക്രട്ടറി ആയിട്ടാണ് ജോലി ചെയ്യുന്നത്, സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറി. വളരെ അടുത്ത പോയ എപ്പിസോഡ്. അപ്പോൾ ഈ എപ്പിസോഡിനകത്ത് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, സംഭവം എല്ലാം കഴിഞ്ഞ് ഭർത്താവ് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക, ഒരു പെൺകുട്ടിക്കൊപ്പം ഇരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കഥ. അപ്പോൾ അങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ഭാര്യ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു. കാര്യങ്ങൾ എന്തൊക്കെയാണ്, എനിക്കിപ്പം ഓഫീസിൽ പോകണം, 100 പേര് നോക്കിയിരിക്കുകയാണ്, അതിൻ്റെ ഇടയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരി പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ പ്രാങ്കാണെന്ന് പറഞ്ഞ് തിരിച്ചറിയുന്നു. സംഭവം അവർ പുറത്തേക്ക് പോകുന്നു. കാരണം നമ്മൾ കയ്യും കാലും പിടിക്കുകയാണ്, ചേച്ചി ഇതാണ്, നമ്മളെല്ലാവരും കൺവിൻസ് ചെയ്യിക്കാൻ നോക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ കാര്യം പറയുന്നുണ്ട്, അവരെ മനസ്സിലാവുന്ന രൂപത്തിൽ പറയുന്നുണ്ട്. നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കൾ, ആ പ്രദേശത്തെ ആളുകൾ, ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ശക്തമായിട്ട് ഇടപെട്ട്. കാരണം ഈ സംഭവം നമ്മുടെ പ്രയാസം, നമ്മൾ ഇവിടുന്ന് കൊട്ടാരക്കര വരെ അതിരാവിലെ വെളുപ്പാങ്കാലത്ത് 5:30 മണിക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് പോവുകയാണ്. അവിടെ പോയി ഇതെല്ലാം സെറ്റ് ചെയ്ത് 10:30 മണിക്ക് ഷൂട്ട് തുടങ്ങുമ്പോൾ ഈ ഭയങ്കര മഴയത്താണ് നമ്മൾ ഷൂട്ട് നടത്തുന്നത്. എന്നിട്ട് ഈ TV-യിൽ ഇത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക എന്ന് പറയുന്നത് സംഭവം. അപ്പോൾ ഞാൻ ഒറ്റ സ്റ്റാൻഡേ പറഞ്ഞോളൂ, കാരണം ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ TV കാണിക്കൂ, ഇല്ലെങ്കിൽ നമ്മൾ കാണിക്കില്ല. അതാണ് നമ്മൾ നോക്കേണ്ട ഒരു മര്യാദ. നമ്മൾ പ്രാങ്ക് ചെയ്യപ്പെടുന്ന ആളുടെ ഒരു കൺസെന്റ്, അതിന് ഇതിനകത്ത് വലിയൊരു വാല്യൂ ഉണ്ടല്ലേ. ആ ഒരു പ്രാങ്ക് ചെയ്യപ്പെടുന്ന നിമിഷം കഴിയുമ്പോൾ അവരറിയണം ഇത് അവർ പ്രാങ്ക് ചെയ്തതാണ്, ഇങ്ങനൊരു ഷോ ആണ്. അതിനെന്തെങ്കിലും തരത്തിൽ അവരെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ക്ഷമാപണം നടത്തണം. അത് കൃത്യമായി കോംപ്രമൈസ് ചെയ്തതിന് ശേഷം മാത്രമേ, അവരുടെ ഫുൾ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ എപ്പിസോഡ് പൊതുജനം കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കാവൂ. ഉറപ്പായി അത് വളരെ വ്യക്തമാണ്. അതെ. അപ്പോൾ അതിൻ്റെ ഒരു നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ അഞ്ജലിയുടെ ഷോയിൽ നടന്നിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ പ്രേക്ഷകർക്ക് യാതൊരു സംശയവുമില്ല. അത് കൃത്യമായി പ്രദീപ് അതിൻ്റെ മാർഗം പറഞ്ഞു. ഇനി അതിൻ്റെ എൻ്റെ ഒരു ബാക്കിയൂടെ പറയാം. എന്ന് വെച്ചാൽ നമ്മളങ്ങനെ കാല് പിടിച്ചു എന്നിട്ടും ഞാൻ പറഞ്ഞു, ഇത് പെർമിഷൻ ഇല്ലെങ്കിൽ, അവരുടെ സൈനിങ് ഇല്ലെങ്കിൽ, അവർ ഹാപ്പിയായി നമുക്കൊപ്പം സഹകരിച്ചില്ലെങ്കിൽ നമുക്ക് ഈ എപ്പിസോഡ് ഉപേക്ഷിക്കേണ്ടി. ചാനലിനും ഇതേ നിലപാടുണ്ട്, ചാനലിന് വ്യക്തമായ നിലപാടുണ്ട്. ഒരാളെയും വേദനിപ്പിച്ചുകൊണ്ട് വിഷമിപ്പിച്ചുകൊണ്ട് ഒരിക്കലും ഒരു പ്രാങ്ക് അരങ്ങേറാൻ പാടില്ല എന്ന് കൃത്യമായും കേരള മാനേജ്മെൻറ്റ് ആ നിർദ്ദേശം കൃത്യമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതെന്നില്ല. ചിലപ്പം ധനനഷ്ടം ഉണ്ടാവും, ഇത്രയും രൂപ ഒരു ദിവസത്തെ മൊത്തം എക്സ്പെൻസ് ഇതെല്ലാം പോവും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ആ എപ്പിസോഡ് കളഞ്ഞേക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് അവർക്കൊക്കെ താല്പര്യമുള്ള ഏരിയ, ആ പ്രദേശത്ത് നമ്മുടെ ഫാൻസ് ഒരുപാട് പേരുണ്ട്, അവരെല്ലാം കൂടെ പോയി പറഞ്ഞ് ഈ ചേച്ചി കൺവിൻസ് ചെയ്യിച്ച് അവരെ നമ്മളെ വിളിക്കുകയാണ്.
ഹലോ ഇന്നലെ നിങ്ങൾ പറ്റിച്ച ആളാണ്, പിറ്റേന്ന് രാവിലെ ആളാണ്, ഇതിനെ ഞാൻ വരാൻ കേട്ടോ, എനിക്ക് അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ പറഞ്ഞതാണ്, ഞാൻ ഈ ഷോ കാണുന്നത് തന്നെയാണ്, പക്ഷേ റെഗുലറായിട്ട് കാണാൻ പറ്റില്ല, എന്നാലും നിങ്ങളെ കാണുന്നത് തന്നെയാണ് എന്ന് വന്ന് അവർ സന്തോഷത്തിൽ വന്ന് നമ്മളെ വെഞ്ഞാറമൂടിലായിരുന്നു അടുത്ത ഷൂട്ട് നടക്കുന്നത് പിറ്റേ ദിവസം, അവിടെ വന്ന് ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് അല്ല, അത് തന്നെയാണ് പ്രതിഭ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്. കാര്യം ഈ മനുഷ്യ മനസ്സുകളെന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. ഇപ്പോൾ ഒരാളിൻ്റെ സ്വഭാവമല്ല ഒരാളിൻ്റേത്. അപ്പം എല്ലാവരെയും നമുക്ക് ഇത്തരത്തിൽ ഹാപ്പിയായി അവരെ രസിപ്പിക്കുന്ന രീതിയിൽ ഇത് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചിലപ്പോഴൊക്കെ ചില എപ്പിസോഡുകളെങ്കിലും നമുക്ക് ഇങ്ങനെയെങ്കിലും തീർക്കേണ്ടി വരും. ചിലത് നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും വെളിച്ചം കാണാതെ പെട്ടിയിൽ വയ്ക്കേണ്ടി വരും, ഇല്ലേ? പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ എത്രയോ എപ്പിസോഡുകൾ ഇപ്പോഴും പെട്ടിയിൽ. ഇപ്പോൾ ഒരുപാട് ഭാര്യാഭർത്താക്കന്മാരുടെ സ്നേഹത്തിൻ്റെ ആഴം അളക്കാനൊക്കെ നിങ്ങൾ കാരണമായിട്ടുണ്ട്. നിങ്ങളുടെ എപ്പിസോഡിൽ അവർക്ക് പരസ്പരം അവരുടെ ഒരു ബന്ധത്തെക്കുറിച്ച് ശരിക്കും വേദനിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു എപ്പിസോഡുണ്ടോ, അങ്ങനെ ചെയ്തിട്ട് പിന്നീട് വേണ്ടായിരുന്നു എന്ന് തോന്നിയ എപ്പിസോഡ്? അത് ഉണ്ട്. കാരണം കൊല്ലത്ത് ഞങ്ങൾ ഒരു എപ്പിസോഡ് ചെയ്യുന്നത് മകൻ വിളിച്ചിട്ട് ഞങ്ങൾ ഒരു അമ്മയെയും അതുപോലെ ഒരു സഹോദരിയെയും കൊണ്ടിരുത്തുകയാണ്. അപ്പം മകൻ കുറ്റക്കാരനായിട്ട് നമ്മൾ വരുത്തിയതിന് ശേഷം നമ്മൾ അങ്ങനെ കഥ പോവുമ്പം മകനെ നമ്മൾ പോലീസിൽ കൊണ്ടുപോവുകയാണ്, ഇനി മകൻ പുറത്തിറങ്ങില്ല എന്നൊരു നിലപാടെടുക്കുന്ന ഒരു എപ്പിസോഡ്. ആ എപ്പിസോഡിൽ മകന് വേണ്ടി അമ്മ പറയുന്നൊരു സംഗതിയാണ്, മകനെ വിട്ടോളൂ, പകരം എന്നെ കൊണ്ടുപോയിക്കോളൂ, എൻ്റെ ഹൃദയം വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ എന്ന് മകന് വേണ്ടി പറയുന്ന അമ്മ. അവിടെയാണ് മാതൃസ്നേഹത്തിൻ്റെ ഒരു അടുപ്പം നമുക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെയുള്ള എത്രയോ പ്രാവശ്യം ഞങ്ങളെ കരയിപ്പിച്ച എപ്പിസോഡുകളുണ്ട്. നമ്മുടെ ചിരിക്കപ്പുറം നമ്മളും മനുഷ്യരാണ്, സാധാരണക്കാരനാണ്, നമ്മളും കരഞ്ഞു പോയ ഒരുപാട് നിമിഷങ്ങൾ ഉണ്ട്. ഈ നെടുമങ്ങാടിനടുത്ത് വഞ്ചുവം എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ നമ്മളൊരു ഓണക്കാലത്ത് ഈ പാട്ട പെറുക്കുന്ന ആളുകളായിട്ട് നമ്മുടെ ആർട്ടിസ്റ്റ് പോവുകയാണ്. അപ്പോൾ ഒറിജിനലായിട്ട് ഈ പ്ലാസ്റ്റിക് കുപ്പിയും മറ്റുമൊക്കെ പെറുക്കിയെടുക്കാൻ വരുന്ന ഒരു അമ്മാവൻ വരും. അമ്മാവനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ആ അമ്മാവൻ പെറുക്കി എടുക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റും അതുപോലെ തോളിൽ സഞ്ചി പിന്നെ ചാക്കൊക്കെ വെച്ച് പെറുക്കിയെടുക്കുക. അപ്പോൾ അമ്മാവൻ തമ്മിൽ തർക്കം, ഇത് ഞാൻ ഇവിടെയൊക്കെ തറയിൽ കിടന്ന സാധനമാണ്, നിങ്ങൾ അതിനിടയ്ക്ക് എവിടെ നിന്ന് വന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരൻ. അപ്പം നമ്മൾ ആർട്ടിസ്റ്റ് വിട്ടുകൊടുക്കുന്നില്ല, ഇത് നമ്മൾ എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ ആയി കുറേ കഴിഞ്ഞ് അമ്മാവനുമായിട്ട് ഇവർ കമ്പനിയായിട്ട് എനിക്കിത്തിരി ചൂട് വെള്ളം കുടിച്ചാൽ കൊള്ളാം എന്ന് നമ്മുടെ ആർട്ടിസ്റ്റ് പറയും. അപ്പോൾ പറഞ്ഞു വരി നമുക്ക് വീട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞ് പുള്ളി വിളിക്കുകയാണ്. നമുക്കറിയാം ആ വീട് പോഞ്ഞിട്ട് എന്ന് വെച്ചാൽ വീട്ടിൽ അടുപ്പ് പോഞ്ഞിട്ട് വർഷങ്ങളായി, അല്ലെങ്കിൽ ദിവസങ്ങളായി ദിവസങ്ങളായി എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പം നമ്മൾ ഈ അമ്മാവനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൽ സൗഭാഗ്യം ഉണ്ടാകുന്നു. അതാണ് സംഭവം, കോൺസെപ്റ്റ് ഇതാണ്. വീട്ടിൽ ഓൾറെഡി നമ്മളവിടെ പോയി നമ്മളെല്ലാവരും പറഞ്ഞു വെച്ചേക്കും. വീട്ടിൽ നോക്കുമ്പം വീടില്ല, അതെ ആ കഥയാണ് ഇവിടെ വർക്കൗട്ടായത്. അത് തിരിച്ച് അവിടെ എത്തുമ്പോൾ എല്ലാ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പം വീടെത്താറാവുമ്പം മാവൻ ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, എന്തിവിടെ ആൾക്കൂട്ടമൊക്കെ നിൽക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരി ഒന്നും മിണ്ടുന്നില്ല. നമ്മൾ പറഞ്ഞു ഒന്നും മിണ്ടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്തിനു കൊണ്ടുവന്നു? അപ്പോൾ ഇവർക്ക് വെള്ളം കൊടുക്കാനാണ് കൊണ്ടുവന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ കഞ്ഞി കൊടുക്കാനാണ് കൊണ്ടുവന്നത്. കഞ്ഞി വച്ചിട്ടില്ല. കഞ്ഞി വയ്ക്കാത്ത വീട്ടിൽ കഞ്ഞി വെള്ളം കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന ആ മാവൻ്റെ മനസ്സ് അത് എന്തിനേക്കാളപ്പുറത്തേക്ക്. അങ്ങനെ ചിലപ്പം അത് കഴിഞ്ഞിട്ട് ആരെയും കടം വാങ്ങിച്ചെങ്കിലും ചിലപ്പോൾ കഞ്ഞി വെച്ച് കൊടുക്കുമായിരിക്കാം. പക്ഷേ അവിടെ ഞങ്ങൾ കരഞ്ഞു പോയിട്ടുണ്ട്. ഇതേപോലെ എത്രയോ നിമിഷങ്ങളിൽ നമ്മൾ ചിലവരുടെ ജീവിതാവസ്ഥ ആ എപ്പിസോഡിന് ശേഷം പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന. അങ്ങനെ ജോലി വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുള്ള ആളുകളുണ്ട്, സാമ്പത്തികമായി സഹായിച്ചിട്ട് നമുക്ക് പറ്റിയിട്ടുള്ളവരുണ്ട്. ഇങ്ങനെ പിന്നെ നല്ല ബന്ധങ്ങൾ ഇപ്പോഴും തുറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എന്താവശ്യത്തിനും നമ്മളെ ഒരു സുഹൃത്തിനെ പോലെ സഹോദരനെ പോലെ വിളിക്കുന്ന ആളുകൾ എത്രയോ പേരുണ്ട്. അങ്ങനെ ഒരു നല്ല ബന്ധമുണ്ടാക്കാൻ ഈ പ്രാങ്ക് ഷോ എന്ന് പറയുന്ന ആഴങ്ങളാണ്. ഇപ്പോൾ ഒരിക്കലും സനോജും ഞാനും കൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മസിൽ പിടുത്ത സംസാരമായിരിക്കും. പക്ഷേ ഇവിടെ എപ്പോഴും സനോജ് എന്താണെന്ന് മനസ്സിലാകാൻ പറ്റുന്നത് ഞാൻ വളരെ ഒന്ന് പറ്റിക്കഴിയുമ്പം എൻ്റെ ഈ ഗൗരവവും എൻ്റെ അതെ കറക്റ്റ് ഞാനെന്ന ഭാവം അവിടെ അഴിഞ്ഞു വീഴുകയാണ്. അവിടെയാണ് നമ്മൾ തമ്മിൽ ഉറപ്പാണ്. അത് ഓരോ എപ്പിസോഡിലും വന്നിട്ടുള്ള ആളുകളുടെ പിന്നാമ്പുറങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അവർക്ക് പിന്നീട് തങ്ങളോട് എല്ലാം തുറന്നു പറയാനുള്ള മനസ്സുണ്ട്. അത് മാത്രമല്ല, ഒരിക്കൽ പറ്റിക്കപ്പെട്ട ഒരാൾക്ക് പിന്നീടൊരു മനഃശക്തി സ്വയം ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നീട് ഒരിക്കലും പറ്റിക്കപ്പെടാതെ, അല്ലെങ്കിൽ ഇത്തരം വരുന്ന ഈ ചില ആളുകളൊക്കെ ഇപ്പോൾ ഈ സമൂഹത്തിൽ ആത്മഹത്യകൾ കൂടി വരുന്ന ഒരു കാലമാണ്. പല ആത്മഹത്യകളുടെയും പിന്നാമ്പുറങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ചെറിയ കളിയാക്കലുകൾ,
കൂട്ടുകാർ കൂടി നിൽക്കുമ്പോൾ അവർക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചെറിയ വാക്പ്രയോഗങ്ങൾ, ഇതൊക്കെ ചെന്നെത്തുന്നത് വലിയ വിപത്തുകളിലേക്കാണ്. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല എന്ന് നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ആ അവസരത്തിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ ഒരു മനോബലം ഉണ്ടാക്കാനൊക്കെ ഇത്തരത്തിലുള്ള പ്രാങ്ക് ഷോയുടെ ആരോഗ്യവശം അതിന് കാരണമാകുന്നു എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ റാഗിങ്ങിൻ്റെ ഒരു നല്ല വശത്തെക്കുറിച്ച് പറയാറുണ്ട്. കാര്യം റാഗിങ് കോളേജിൽ സംഭവിക്കുമ്പോൾ അറിയാമല്ലോ, അത് കോളേജിലെ ഒരു ടൈപ്പ് ഓഫ് പ്രാങ്ക് ആണ്. അത് നമ്മൾ ആ ഒരു സമയത്ത് അത് കുട്ടികൾക്കിടയിൽ ഒരിക്കലും റാഗിങ്ങിനെ സപ്പോർട്ട് ചെയ്തുള്ള ഒരു സംഭാഷണമല്ല ഇത്. ഞാൻ പൊതുവേ പറയുകയാണ്, ഈ റാഗിങ്ങിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് കുട്ടികൾക്കിടയിൽ ഒരു മനോബലം ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. പിന്നീട് അവർ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ ഈ റാഗിങ് ചെറിയ തോതിലുള്ള, ഇപ്പോൾ ചെല്ലുമ്പോൾ പാട്ട് പാടാൻ പറയുക, അപ്പോൾ അവർക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു. ഈ പബ്ലിക്കായിട്ട് ഡാൻസ് ചെയ്യാൻ പറയുക, അല്ലാതെ ദേഹോദ്രവം ഏൽപ്പിച്ചുകൊണ്ടുള്ള റാഗിങ്ങിൻ്റെ കാര്യമല്ല ഇവിടെ പറഞ്ഞത്. ഇനി നാളെ ഇത് ട്രോളാക്കരുത്, അതുകൊണ്ടാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇപ്പോൾ എന്ത് ട്രോളാവുന്ന കാര്യം. ഇപ്പോൾ ഈ സനോജ് പറഞ്ഞ ഈ പോയിന്റ് വളരെ സംഭവമാണ്. നമ്മൾ ഇപ്പോൾ പ്രാങ്ക് ചെയ്യുന്ന കൂടുതലും പെൺകുട്ടികളാണ് പ്രാങ്ക് ചെയ്യുന്നത്, സനോജിനറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ എപ്പിസോഡിലും കടന്നു പോകുന്ന ആളുകൾ, വന്നു പോകുന്ന ആളുകൾ, നമ്മൾ പേഴ്സണലി ഞാൻ അവരെക്കുറിച്ച് പഠിച്ചാൽ, ഒരു ആശുപത്രിയിൽ പോയി ഒരു OP ടിക്കറ്റ് എടുക്കാനുള്ള ധൈര്യമില്ലാത്ത എത്രയോ പേർ, ആ ആളിൻ്റെ മുമ്പിലാണ് നമ്മളൊരു വിഷയം വരികയും അവർ ഒറ്റയ്ക്ക് പെട്ടുപോവുകയും ചെയ്യുന്നത്. അവരെ കൊണ്ട് തന്നെ അത് പരിഹരിച്ചെടുക്കുക എന്നുള്ളൊരു ഒരു കണക്കിനുള്ള ഒരു സൈക്കോളജിക്കൽ എക്സസൈസ് കൂടിയാണ് ചെയ്യുന്നത്. ഉറപ്പാണ്. അവിടെ നമ്മൾ കൃത്യമായി അവരെ ഒറ്റയ്ക്കാക്കുകയും ആ ഒറ്റപ്പെടലിൽ അവരൊരു അതിജീവനം നടത്തും. ആ അതിജീവനാണ് ഈ അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ എന്ന് പറയുന്ന സമയം. ഇത് അവരുടെ ജീവിതത്തിലെ വലിയ എക്സ്പീരിയൻസ് ആണ്. എത്രയോ പേര് ഇത് ഈ എപ്പിസോഡ് ഷൂട്ട് കഴിയുമ്പം ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? അത് അപ്പോഴല്ല, അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ചകൾ കഴിഞ്ഞിട്ട് പറഞ്ഞു, അന്നത്തെ എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും ആദ്യമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എപ്പിസോഡായിരിക്കും ഓർമ്മ വരിക എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭവം. അതെ, അവരെ പറ്റിക്കുന്നു. ഇതൊക്കെ ആ 3/4 മണിക്കൂറിലേക്ക് അവരെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ കൊടുക്കുന്ന പണി. ഒപ്പം നമുക്ക് അവരുടെ മനസ്സിനകത്ത് ഒരു ബലം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉറപ്പായിട്ടും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു മനോബലം ഉറപ്പായിട്ടും അത് അത്തരം ഒരു സംഗതി കഴിഞ്ഞാൽ പിന്നെ എന്നും നമുക്കിത് കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാൻ സാധിക്കുന്ന ഒറ്റ പ്രാവശ്യമേ കൊടുക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇത് തന്നെയാണ്. കഴിഞ്ഞൊരു 25 വർഷമായി ഞാൻ പ്രദീപിനെ കാണുന്നുണ്ട്. പ്രദീപിൻ്റെ ഒരു സ്ഥായിയായ ഭാവം ഇതാണ്. പക്ഷേ പ്രദീപിൻ്റെ തൊഴിലാകട്ടെ ഈ പറഞ്ഞ പോലെ ലോകത്ത് ഈ കാണുന്ന ആളുകളെ മുഴുവൻ പറ്റിക്കുക എന്നുള്ളതാണ്. എങ്ങനെ കഴിയുന്നു ഇത്? ശരിക്കും ഞാനൊരു അപ്രതീക്ഷിത ആയിട്ടാണ് ഞാൻ തരികിട എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസറാവുന്നത്. ഞാൻ വന്ന് കയറുമ്പോൾ തന്നെ എൻ്റെ ചോദിച്ചത് അന്ന് തരികിടയും കളിക്കളവും ആണ് എൻ്റെ മുന്നിൽ 2 പ്രധാനപ്പെട്ട സൂര്യ TV ഷോകളാണ് എൻ്റെ മുന്നിൽ വച്ച് നീട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസറാവണം എന്നാണ് അന്ന് പറഞ്ഞത്. അന്ന് ഗുണ സാർ അതുപോലെ പ്രവീൺ സാർ എന്ന് പറഞ്ഞിട്ട് സൂര്യ TVയുടെ തലപ്പത്തുണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തരികിട എനിക്ക് ഇഷ്ടമായിരുന്നു. ഒരുപാട് കണ്ടിരുന്ന അല്ലെങ്കിൽ ആ ഷോ എന്ന രീതിയിൽ ഞാൻ അതിൻ്റെ ചുക്കാൻ പിടിച്ചു. പിന്നെ അങ്ങോട്ട് പോയി. ഞാൻ വിചാരിച്ചത് എൻ്റെ കയ്യിൽ സാബുവിനെ താങ്കളാണ്? അല്ലല്ല, ആദ്യത്തെ സാബുവിനെ ഞാനല്ല. അതല്ല, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 2005 മുതലാണ് ചാർജ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടം മുതൽ ഉള്ള ആളുകളെന്ന് പറയുന്നത് പിന്നെ എനിക്ക് വലിയ കാലം പോകില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ ഭയങ്കരമായ എതിർപ്പുണ്ടായിരുന്നു. കാരണം ഇത്തരം ഈ പരിപാടികളൊന്നും ചെയ്യരുത്, ആളുകളെ പറ്റി. എൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളും കാര്യങ്ങളും ഇപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ട്. ആളുകളെ പറ്റിക്കരുത്, മോശം ഇത് കാണിക്കരുത്, മോശം വർത്തമാനങ്ങൾ പറയരുത്, ഇത്തരം ശീലങ്ങൾ ഉള്ള ഒരു ഫാമിലി ആയതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു വിഷയമായി യവൻ കൈവിട്ടു പോകുമെന്നാണ് തോന്നുന്നത് എന്നൊരു ചിന്താഗതി അവർക്കുണ്ടായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ജേർണലിസവും കഴിഞ്ഞ് പത്രപ്രവർത്തന മേഖലയിലേക്ക് പോകുന്നതിനിടയിലാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ഞാൻ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ചില വിഷയങ്ങൾ ഞാൻ കൈവിട്ടു പോകുന്നൊരു തോന്നലുണ്ടായി. പക്ഷേ എങ്കിലും തരികിട ഞാൻ രസത്തോടെ, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു രസങ്ങളോടെ തന്നെ അത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അത് കാലം ഇങ്ങനെ അത് പോയി. അത് കഴിഞ്ഞ് ഗുലുമാല് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഏതാണ്ട് 10 വർഷത്തോളം ആവാൻ പോകുന്നു. ഓ മൈ ഗോഡും മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം, സർക്കാർ ഈ കഴിഞ്ഞ കോവിഡ് സമയത്ത് സർക്കാർ എന്നെ ക്ഷണിച്ചത് ഇതുപോലത്തെ ഒരു പ്രാങ്ക് ഷോ
കോവിഡ് അവയർനെസ്സുമായി ബന്ധപ്പെട്ട് ചെയ്യാനാണ്. അങ്ങനെ 2 കോവിഡ് അവയർനെസ് ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ വ്യക്തമായി അവർ പറയുന്നുണ്ട് ഇന്ന കാരണം നിങ്ങളുടെ ഷോയാണ് ഏറ്റവും കൂടുതൽ ഓടിയതെന്ന് അവർ വ്യക്തമായി പറയുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആർട്ടിസ്റ്റിനെ ഫ്രെയിമിൽ കാണുമ്പം മുഖപരിചയമുള്ള ആളുകളാണെന്ന് വിചാരിച്ച 1, 2 പ്രാങ്ക് എന്ന് പറയുന്ന ഒരു സാധനത്തിനോടുള്ള ഒളിച്ചു വെച്ച ക്യാമറ കണ്ണുകളോടുള്ള മലയാളിയുടെ ഒരു അഭിനിവേശമുണ്ട്. അതാണ് അവിടെ പ്രകടമായത്. അല്ല, അത് തന്നെയല്ലേ ഈ ശരിക്കും പറഞ്ഞാൽ ഒരു മലയാളിയുടെ പരിച്ഛേദമാണത്. ഈ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഒരു മുഖമാണ്, ക്യാമറ ഇല്ലെങ്കിൽ മറ്റൊരു മുഖമാണ്. അതിൽ ഏറ്റവും വലിയ സംഭവം, നമ്മൾ പലപ്പോഴും ഷൂട്ടിന് പോകുന്ന ആളുകൾ, ഇപ്പം ഷൂട്ടിന് സനോജ് എൻ്റെ ആങ്കറാണ്. അപ്പം നമ്മൾ വെറുതെ അപ്പോൾ ഈ ആങ്കറാണ്. അപ്പം മുന്നോട്ട് പോകുമ്പോൾ ചോദിച്ചാ നിന്നെക്കുറിച്ച് നാട്ടിലൊക്കെ ഭയങ്കര അഭിപ്രായമാണോ? അപ്പം സ്വാഭാവികമായിട്ട് സനോജ് പറയും അപ്പം എന്നെക്കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ്. ശരി, ഇപ്പം കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാം, ഒരു വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ഏറ്റവും ബാക്കിൽ അവനെ ഒളിപ്പിച്ചിട്ട് ഗ്ലാസ് തകർത്തിടും. ഇത് നിങ്ങളുടെ ഏരിയയിലായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് വെങ്ങാനൂരാണ് സനോജ് ഉണ്ടെങ്കിൽ വെങ്ങാനൂരായിരിക്കും നമ്മൾ വണ്ടി കൊണ്ട് നിർത്തുന്നത്. ചേട്ടാ പിന്നെ ഇങ്ങനെ സനോജ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടല്ലോ, ഈ പുള്ളിക്കാരൻ ആളിങ്ങനെയൊക്കെയുള്ള സൈസാണ് എന്നൊക്കെ പറയുമ്പം ഇന്നയാളുടെ മകനില്ലേ, അത് തന്നെ ആളങ്ങനെയായിട്ടൊരു കല്യാണാലോചനയാണ് സംഭവം പറയും. അപ്പോൾ സംഗതി അവിടുന്ന് വരും, ആള് ശരിയല്ല കേട്ടാ, നാട്ടുകാരുടെ പച്ചയായ അഭിപ്രായങ്ങൾ വരും എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ലൈവായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ രസം യാത്രകൾക്കിടയിലേക്ക് പോകുമ്പോൾ നമ്മുടെ രസം പ്രാങ്കിനുള്ളിലെ പ്രാങ്കുകളാണ്. പിന്നെ വഴിയെ പോകുമ്പോൾ നമ്മൾ ഗ്ലാസ് കാത്തിട്ട് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് കൈ കാണിക്കും. അപ്പോൾ കൈ കാണിക്കുമ്പോൾ അവിടുന്ന് പോണ ചേട്ടൻ കൈ കാണിക്കും തിരിച്ച്. അതൊരു രസമായിരുന്നു. നമ്മൾ ഓരോ യാത്രയും ഒരു രസത്തോടെ തന്നെയാണ് പോകുന്നതും. അത് പ്രത്യേകിച്ച് നമ്മുടെ ലോങ് യാത്രകളൊക്കെ നല്ല രസമുള്ള യാത്രകളാണ്. മാത്രമല്ല പ്രദീപ്, ഇതിൻ്റെ ഒരു ടോട്ടൽ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ താങ്കളാണെങ്കിലും ഇതിലെ ഓരോ ക്രൂ മെമ്പേഴ്സും പ്രധാനിയല്ലേ? കാര്യം ഇതിൻ്റെ ക്യാമറ അസിസ്റ്റന്റ് ഇവരെല്ലാവരും ഒരേ വേവ് ലെങ്തിൽ സഞ്ചരിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവൂ. ഇല്ല സനോജ്, ഇതിനകത്ത് ഒരിക്കലും ഡയറക്ടർ ഇല്ല. എല്ലാവരും ഡയറക്ടേഴ്സ്. പിന്നെ ഉറപ്പായിട്ടും ഞാൻ തന്നെയാണ് സാധനം വാങ്ങാനും പോവും, എല്ലാ കാര്യം ചെയ്യും. പ്രൊഡക്ഷൻ ഡിസൈനും എല്ലാം ഉറപ്പായിട്ടും നമ്മൾ അങ്ങനെ നിൽക്കും. കാരണം ഇതിനകത്ത് ഡയറക്ടർ തന്നെയാണ്. പക്ഷേ മറുഭാഗത്ത് നമ്മളെല്ലാം ചെയ്യാൻ തയ്യാറാവണം. കാരണം ഇവിടെ വിഷയമുള്ളത്, ഇപ്പം നമ്മളൊരു പയ്യനെ ഇതിനകത്ത് നിർത്തുകയാണ്, അവൻ വെളിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ പ്രാങ്കിന് ചെയ്യാൻ വരണമായി എന്ത് ചോദിക്കുന്നു വരുമ്പം ചേട്ടാ ഇങ്ങോട്ടുള്ള വഴി ഏതെന്ന് ചോദിച്ചാൽ അവൻ വേറെ എന്തെങ്കിലും പറഞ്ഞ് ആ സാധനം തിരിഞ്ഞു പോകും. ഇതേപോലെ നിൽക്കുന്ന ഒരു ക്യാമറമാൻ പോലും അതിനകത്ത് പങ്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ചേർന്നതാണ് നമ്മുടെ വിജയം. അത് മാത്രമല്ല, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ആർട്ടിസ്റ്റുകളൊക്കെ എങ്ങനെയാണ് ചിരിക്കാതെ നിൽക്കുന്നത് എന്നുള്ളത്. കാര്യം ഇത് റിഹേഴ്സൽ എടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല, ഓൺ ദി സ്പോട്ട് വീണ് കിട്ടുന്ന സാധനം ഇംപ്രവൈസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ റിഹേഴ്സൽ എടുത്തിട്ട് പോകുന്ന ടേക്കുകളിൽ പോലും സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, മോഹൻലാൽ ഉൾപ്പെടെ ജഗതിയുടെ കോമഡിയെ കണ്ട് ഓപ്പോസിറ്റ് നിന്ന് ചിരിക്കുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത്തരം കൗണ്ടർ ഡയലോഗുകളുമായി എങ്ങനെയാണ് നിങ്ങളുടെ ആർട്ടിസ്റ്റുകൾ ചിരിക്കാതെ മുന്നോട്ട് പോകുന്നത്? അത് തന്നെ കാര്യം, ഒന്ന് ചിരിച്ചു പോയാൽ ഫ്ലോപ്പായി, എപ്പിസോഡ് പോയി. നമ്മൾ ഈ ചിരി വന്നാൽ, ഇപ്പോൾ സാബുവിനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ചിരി വന്നു കഴിഞ്ഞാൽ ആ ചിരിയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. മറ്റുള്ള ആർട്ടിസ്റ്റുകളും അത് തന്നെയാണ്. പക്ഷേ സാബുവിന് കൃത്യമായി അറിയാം അത് ചിരിച്ചാൽ ആ ചിരി വെച്ച് വേറൊരു സബ്ജക്റ്റിലേക്ക് കണക്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ എന്തായാലും ഈ പ്രാങ്ക് ചെയ്യപ്പെടുന്ന ആളിൻ്റെ ആവശ്യമായി വരുന്ന ഒരാളുണ്ടല്ലോ, കൺസെന്റ് വാങ്ങിച്ചു വരുന്നത്, അയാളെ എങ്ങനെയാണ് നിങ്ങൾ ഇതിലോട്ട്? അയാൾക്ക് ഒരു കൃത്യമായ ട്രെയിനിങ് കൊടുക്കും. ഞാൻ പറഞ്ഞു ഇത് പഠിപ്പിച്ചെടുക്കുക പാടാണ്. കാരണം ജീവിതത്തിൽ ഒരിക്കലും ഒരു ക്യാമറ മുന്നിലോ അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാത്ത ഒരാളിനെ നമ്മൾ പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പാടാണ്. ഇതിനിടയിൽ ഫോൺ വിളിച്ച് ഞാൻ ഒരിക്കൽ ചിലപ്പോൾ നേരിട്ട് പോലും ചിലപ്പോൾ ഇയാളെ കണ്ടിട്ടുണ്ടാവില്ല, അയാളെ വിളിച്ച് കൺവിൻസ് ചെയ്യിക്കുക. കാരണം തലേദിവസം രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, ഓരോ എപ്പിസോഡിൻ്റെയും രാത്രികളിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞാൽ. പിന്നെ എന്താവും, കാരണം ഇയാൾ ഏത് വഴിക്കെടുക്കും. ഇതിനിടയിൽ അബദ്ധങ്ങൾ കാണിക്കാറുണ്ട്. ഈ അബദ്ധങ്ങളാണ് രസം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഷൂട്ടിൻ്റെ തലേദിവസം എന്തായാലും ഞാനൊരു 20 പ്രാവശ്യമെങ്കിലും ആളെ വിളിക്കും. തലേദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള കഥയാണ് പറയുന്നത്. 20 പ്രാവശ്യം വിളിക്കുന്നതിനിടയിൽ എൻ്റെ നമ്പർ സേവ് ചെയ്തിരിക്കുകയാണ്. പ്രദീപ് കൗമുദി ചാനലെന്നോ ഓമൈ ഗോഡെന്നോ സേവ് ചെയ്തിരുന്നാൽ ഭാര്യ കാണും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. ഇങ്ങനെ പൊട്ടന്മാർ ചെയ്തിട്ടുള്ളവരുണ്ട്, അങ്ങനെ പിടിച്ചവരുണ്ട്. ചേട്ടൻ വിളിച്ചപ്പം കണ്ട് ഓമൈ ഗോഡെന്ന് കണ്ട് അവർ പിടിച്ച് ഇന്നല്ലേ എന്ന് ചോദിച്ചു. അന്ന് രാത്രി പൊളിയാണ്. വെളുപ്പാങ്കാലത്തായിരിക്കും ഈ വിവരം പറയുന്നത്. പിന്നെ അടുത്ത എപ്പിസോഡ് പുതിയ ഒരു എപ്പിസോഡ് ഉണ്ടാക്കണം, ഒരു വലിയ ചലഞ്ചാണ്. അതാണ്. അപ്പോൾ എപ്പോഴും അഡ്വാൻസ് ചെയ്ത് കുറച്ച് എപ്പിസോഡുകൾ കൈ കാണും ഉണ്ടാവും. പക്ഷേ ഇതേപോലത്തെ അപ്രതീക്ഷിതമായ നിമിഷങ്ങൾ നമുക്കുണ്ടാവും. ചിലപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ സാധനം പൊളിഞ്ഞു പോകും. നിങ്ങൾ നമ്മളെ പറ്റിക്കുകയല്ലേ, നിങ്ങളല്ലേ ആള് എന്ന് പറഞ്ഞ് നമ്മൾ, എന്നാൽ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പിന്നെ അന്ന് നമ്മൾ പുതിയ ആളെത്തണ്ടേ. ഏതായാലും പ്രദീപ് മരുതത്തൂർ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാങ്ക് ഷോകൾ ചെയ്തിട്ടുള്ള റെക്കോർഡാണല്ലേ? അതെ.
താങ്കളുടെ ഒരു ബുക്കും വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതിനെക്കുറിച്ചുള്ള, അല്ലേ? താങ്കൾ എഴുതുന്ന അതിനെക്കുറിച്ചുള്ള ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അത് ഏതാണ്ട് 22 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അതിൽ പിന്നാമ്പുറങ്ങളിൽ സംഭവിക്കുന്നത്, ഓരോ എപ്പിസോഡ് കഥയ്ക്ക് പിന്നിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു പുസ്തകമാണ്. മലയാളിയെ പറ്റിച്ച പ്രാങ്ക് കഥകൾ എന്നാണ് പുസ്തകം. ആ പുസ്തകത്തിൽ ഏതാണ്ട് 180 പേജുള്ള പുസ്തകമാണ്. അത് അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ആ പുസ്തകം എന്തായിരുന്നാലും ഈ എൻ്റെ അനുഭവക്കുറിപ്പുകളൊപ്പം തന്നെ ഇതുമായി സഹകരിച്ച ആളുകളുടെ ജീവിത അനുഭവങ്ങളും ഒക്കെ അതിനകത്ത് തുറന്നെഴുതുന്ന ഒരു സംഗതിയാണ്. പ്രശസ്തരായ ആളുകളും ചില ഗവർണർമാരും ഒക്കെ അതിനകത്ത് ഒപ്പുവയ്ക്കുന്ന ഒരു പുസ്തകം കൂടിയാണ്. അതെന്തായിരുന്നാലും ഉടൻ എത്തും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഏതായാലും നമ്മൾ ഈ ഒരു പ്രദീപുമായി ഇത്തരം ഒരു വിഷയം സമ്പാദിക്കാൻ ഇടയായ ഒരു സാഹചര്യം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴെങ്കിലും ഇത് ശ്രദ്ധിച്ച ചുരുക്കം ചിലർക്കെങ്കിലും മനസ്സിലായി കാണും, പ്രാങ്ക് ഷോ എന്നാൽ വെറുതെ ഒരു പറ്റിക്കപ്പെടലല്ല. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനകത്തും നന്മയുണ്ട്. കാര്യം ഈ പ്രദീപ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ആ ഒരു എപ്പിസോഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ആ ഒരു അമ്മാവൻ്റെ കാര്യം, പാട്ട പറക്കി നടന്ന, അതിനകത്തൊക്കെ ഒരുപാട് അർത്ഥങ്ങളും കഥകളും ഒക്കെ ഉണ്ട്, ഇല്ലേ? ഒരു ഓണ സമയത്താണെന്ന് തോന്നുന്നു അത് നടന്നത്. അതുമാത്രമല്ല, മാനുഷിക മൂല്യം വളർത്തുന്ന ഒട്ടനവധി എപ്പിസോഡുകൾ അത് സമാനമായി തന്നെ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അതൊക്കെ നേരത്തെ പ്രദീപ് വിവരിച്ചപ്പോൾ പ്രദീപിൻ്റെ കണ്ണിലൂടെ ഒരു നനവിൻ്റെ അംശവും എനിക്ക് കാണാനായി. അപ്പോൾ വെറുതെ ഒരു കളിയാക്കലല്ല, വെറുതെ കോമാളി കാണിക്കലല്ല, വെറുതെ പറ്റിക്കലല്ല ഇത്. ഈ കാണിച്ച രീതിയിലുള്ള പ്രവർത്തനമല്ല പ്രാങ്ക് ഷോ. യഥാർത്ഥ പ്രാങ്ക് ഷോ എന്നുള്ളതിൻ്റെ എന്താണെന്നുള്ളതാണ് പ്രദീപ് പറഞ്ഞത്. അതാണ് കഴിഞ്ഞ അരമണിക്കൂറായി നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എന്തായാലും മലയാളികളെ പറ്റിച്ചുകൊണ്ടുള്ള താങ്കളുടെ ഈ ഒരു ജൈത്രയാത്ര തുടരട്ടെ. താങ്കളുടെ പുസ്തകത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.